പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. ഹിന്ദിയോ മറ്റ് ഏതെങ്കിലും ഭാഷയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തയ്യാറാണ് എന്ന ഭീഷണിയുടെ സ്വരത്തിൽ ഉദയനിധി വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കടുത്ത ഭാഷയിൽ BJPയെ വിമർശിക്കുകയും ചെയ്തു. രാജ്യത്തെ പല രീതിയിലും ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ BJP നടത്തുന്നതെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, എക്കാലവും കടുത്ത മോദി വിമർശകനാണ് ഉദയനിധി സ്റ്റാലിൻ. മാത്രമല്ല ഉദയനിധിയുടെ സനാതന ധർമ്മത്തിനെതിരായ പരാമർശം വലിയ രീതിയിൽ ചർച്ചകളും വിവാദങ്ങൾക്കും വഴിവെച്ച വിഷയമാണ്. അതിനെല്ലാം ഒടുവിലായി തന്നെ ഇപ്പോൾ BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉന്നം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. സാമ്പത്തികമായി ശക്തമായ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി ശക്തമായ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായും ദുർബലപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് ഉദയനിധിയുടെ ആരോപണം. രാജ്യത്ത് അധികാരം ക്രമേണ തന്നെ കേന്ദ്രീകരിക്കപ്പെടുകയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അന്യായമായ നികുതി വിതരണം, ഫണ്ട് തടഞ്ഞുവെക്കൽ, പുതിയ വിദ്യാഭ്യാസ നയം, വരാനിരിക്കുന്ന അതിർത്തി നിർണയം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ തമിഴ്നാട് പ്രശ്നങ്ങൾ നേരിടുന്നതായാണ് ഉദയനിധി സ്റ്റാലിൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഹിന്ദിയോ മറ്റേതെങ്കിലും ഭാഷയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണിയായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. തമിഴർ ഒരിക്കലും തന്നെ ത്രിഭാഷാ ഫോർമുല അംഗീകരിക്കില്ല. തമിഴ്നാട് എല്ലായ്പ്പോഴും തന്നെ അതിന്റെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും സംരക്ഷണയായി തന്നെ നിലകൊള്ളും. സംസ്ഥാനത്ത് കൂടുതൽ അധികാരം വേണമെന്നും അതേപോലെ തന്നെ ഇത് നിൽക്കുന്ന ഭരണഘടനാ ഭേദഗതികളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഉദയനിധി പറയുന്നത്. ദേശീയ മാധ്യമം നടത്തിയ പ്രത്യേക പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഉദയനിധി ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. കോയമ്പത്തൂർ മെട്രോ പദ്ധതിക്കായി തന്നെ സംസ്ഥാന സർക്കാർ തുടർച്ചയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നതെല്ലാം തന്നെ അതൊന്നും നേട്ടമായിരുന്നില്ല, ഉത്തരവാദിത്തമാണ് എന്നും ഉദയനിധി പറയുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും തമിഴ്നാട് ഗവർണർ സംസ്ഥാനത്തിന്റെ പേര് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ പ്രതിഷേധം വർദ്ധിച്ചതിനെ തുടർന്നുകൊണ്ട് തന്നെ പിന്മാറേണ്ടി വന്നു എന്നതും എടുത്തു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ എല്ലാ അധികാരങ്ങളും ഏകീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഉദയനിധി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഉദയനിധിയുടെ സനാതന ധർമ്മത്തിനെതിരെയുള്ള പരാമർശം നടന്നത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-ന് ചെന്നൈയിൽ തമിഴ്നാട് മുർപോക്കു എഴുത്തർ സംഘം എന്ന സംഘടന നടത്തിയ സനാതന ധർമ്മ നിർമ്മാർജ്ജന സമ്മേളനത്തിൽ പങ്കെടുക്കവെയായിരുന്നു ഈ പരാമർശം നടത്തിയത്. സനാതന ധർമ്മം സാമൂഹിക നീതിക്കും തുല്യതയ്ക്കും എതിരാണ് എന്നും കൊതുകുകൾ, ഡെങ്കിപ്പനി, മലേറിയ, കൊറോണ തുടങ്ങിയവയെ പോലെയാണ് സനാതന ധർമ്മം. അവയെ എതിർക്കുകയല്ല, ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു ഉദയനിധി പറഞ്ഞത്. സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ പതറില്ല എന്നും സനാതന ധർമ്മത്തെ അവിടെ വലിയ രീതിയിലുള്ള ദ്രാവിഡ ഭൂമിയിൽ നിന്ന് തടയാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം അല്പം പോലും കുറയില്ല എന്നതായിരുന്നു ഉദയനിധി സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടതും. എന്നാൽ ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തന്നെ BJPയെ കരുവാക്കിയാണ് കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലാകട്ടെ ദുഷ്ടശക്തികൾക്ക് സ്ഥാനമില്ല എന്ന് അദ്ദേഹം ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഇവിടെ എടുത്തു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.